നമസ്കാരം. കേസ് ഡയറി പരിശോധിച്ച ശേഷം CBI വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നതാണ് ഇന്നലെ ഹൈക്കോടതി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ഹർജി പരിഗണിക്കവേ പറഞ്ഞത്. അതായത് CBI വേണ്ട എന്ന നിലപാട് ഹൈക്കോടതിക്ക് ഇല്ല എന്ന് വ്യക്തം. ജസ്റ്റിസ് കൗസർ എടപ്പാത്താണ് ഹർജി പരിഗണിച്ചതും. നേരത്തെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് കേസ് ഡയറി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി SIT വീണ്ടും TV പ്രശാന്തന്റെയും കളക്ടർ അരുൺ കെ വിജയന്റെയും ഒക്കെ മൊഴികൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ ആകട്ടെ ആ സ്ഥാനത്ത് നിന്നും റോസ്റ്റർ ചേഞ്ചിങ്ങിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ആ റോസ്റ്റർ ചേഞ്ചിങ് ആ സമയത്ത് തന്നെ നടത്തിയത് സംശയമുണർത്തുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണർത്തി. എന്തായാലും ആ തലവേദന ഒഴിവായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് കൗസർ എടപ്പാത്തിന്റെ ഈ നിർദ്ദേശം വരുന്നത്. ഡിസംബർ 12-നാണ് ഈ കേസിൽ വിശദമായ വാദം കോടതി കേൾക്കുന്നത്. അതിനിടയിൽ കേസ് ഡയറി വിശദമായി തന്നെ പഠിക്കുകയും ചെയ്യും. അതിനുശേഷം വരുന്ന വിധിയിലേക്കാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. അതിൽ സ്വാഭാവികമായും മഞ്ജുഷയ്ക്ക് അനുകൂലമായ വിധി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനിടയിൽ മറുവശത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ് CPM-ന്റെ ഈ വിഷയത്തിലെ ഇരട്ടത്തപ്പ് ഇതിൽ നിന്നും പകൽ പോലെ വ്യക്തവുമാണ്. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് തന്നെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയും അവരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ഇതുവഴി CPM ചെയ്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗമെന്ന പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ തിരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് മയിൽ ഡിവിഷനിലെ NV ശ്രീജിനി രാജിവെച്ച ഒഴിവിലേക്കാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജാമ്യം ലഭിച്ച PP ദിവ്യയെ ഉൾപ്പെടുത്തിയത്. NV ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുത്തു. ഡിസംബർ 11-നാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. ദിവ്യയെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ്. കണ്ണൂർ ADM പത്മചന്ദ്ര കുറുപ്പായിരുന്നു തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചതും. നേരത്തെ ADM നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നതോടുകൂടിയാണ് CPM PP ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നത്. എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. ഇരിണാവ് ബ്രാഞ്ചിലേക്കായിരുന്നു ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത്. സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യയ്ക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദിവ്യ മട്ടന്നൂർ അല്ലെങ്കിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും MLA ആകുകയും ചെയ്യുമെന്ന് ഉറപ്പായി. പാർട്ടി ഭരണത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയും. അതുകൊണ്ട് തന്നെ മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന ഭീഷണി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. കോടികൾ കൊടുക്കാനും കേസിൽ നിന്ന് പിന്മാറാനുമുള്ള നീക്കം ഇതിനകം തന്നെ CPM നടത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതെല്ലാം തന്നെ നിരാകരിക്കുകയാണ് ADM നവീൻ ബാബുവിന്റെ കുടുംബം ചെയ്തത്. മാത്രമല്ല ഇത് BJPക്ക് വീണ് കിട്ടിയ അവസരം കൂടിയാണ്. കേന്ദ്രത്തിലേക്ക് ഈ വിഷയം ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. അമിത്ഷാ നേരിട്ട് തന്നെ ഈ കേസിനെ പറ്റി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്റിൽ സുരേഷ് ഗോപിക്ക് അത്ര കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദമായി പറയാൻ സാധിച്ചതും. ഇനിയും BJPയുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം വരുത്താനും CBIക്ക് മേൽ ആരുടെയും പിടുത്തമുണ്ടാകാതിരിക്കാനും മഞ്ജുഷയും കുടുംബവും കേന്ദ്രത്തിനോട് അഭ്യർത്ഥിക്കാനുള്ള നീക്കം നടത്തി വരികയാണ്. അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നാണ് CBIയോട് ഹൈക്കോടതി ചോദിച്ചിരുന്നത്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണത്തിന് തയ്യാറാണെന്നും CBI അറിയിച്ചിരുന്നു. അന്വേഷണം കൈമാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ്. കോടതിയെ ഇക്കാര്യം അറിയിക്കുകയാണ് ചെയ്തത്. കേസ് ഏറ്റെടുക്കാൻ CBI തയ്യാറാണോ എന്നല്ല, മറിച്ച് CBI അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുകൂടി കോടതി പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് തന്നെ വേണം. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നതും. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത് എന്നും പറയുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാമെന്ന് പറഞ്ഞ ഹൈക്കോടതി
കേസ് ഡിസംബർ 12ലേക്ക് മാറ്റി. CPM ജില്ലാ കമ്മിറ്റി അംഗമായ പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് പോലീസിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണവും തുടർ നടപടികളും പ്രതീക്ഷിക്കുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആരോപിച്ചിരുന്നു. സാക്ഷിയായ പ്രശാന്തന്റെ പേരും ഒപ്പം മാറിയിട്ടും നടപടി ഉണ്ടാകാത്തത് സ്വാധീനത്തിന്റെ പുറത്താണെന്നും ഹർജിക്കാരി കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മഞ്ജുഷയ്ക്കും കുടുംബത്തിനുമുള്ള ഭീഷണി കൂടുകയാണ്. നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരു മാഷാ അല്ലാഹ് സ്റ്റിക്കർ പതിച്ച അവർക്ക് കോടികൾ നൽകി കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലും ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു എന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അടുത്തത് മഞ്ജുഷയുടെ ജീവനുള്ള ഭീഷണി തന്നെയാണ്. നേരത്തെ തന്നെ നവീൻ ബാബു ഉള്ളപ്പോൾ തന്നെ മഞ്ജുഷയ്ക്കും കുടുംബത്തിനും ഭീഷണി വന്നിരുന്നു. അത് നവീൻ ബാബുവിന്റെ പേരിലും അല്ലാതെയുമുള്ള ഭീഷണികൾ തന്നെയാണ്. എന്തായാലും ഇത്തരം ഭീഷണികളെ എല്ലാം മറികടന്ന് മഞ്ജുഷ ഇതുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും മഞ്ജുഷയ്ക്കുള്ള ഭീഷണി അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നവീൻ ബാബുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തന്നെ മഞ്ജുഷയ്ക്കും അത്തരത്തിലൊരു വധഭീഷണി തന്നെയാണ് നേരത്തെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കുടുംബം ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയെന്നറിയാനാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും. നന്ദി.